വയനാട് സുൽത്താൻ ബത്തേരി പൂമല മഗ്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ താരമായത് ലീഡർമാരല്ല, ജോവൽ റോബിൻ എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജോവൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വോട്ടിംഗ് യന്ത്രത്തിലാണ് സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 5 മാസമെടുത്താണ് ജോവൽ യന്ത്രം വികസിപ്പിച്ചെടുത്തത്. ഫ്ലക്ടർ ലാംഗ്വേജിൽ ഫയർ ഡാറ്റാബേസ് ഉപയോഗിച്ചാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ രൂപകൽപ്പന. സ്ഥാനാർത്ഥികളുടെ പേരും ചിത്രവും ചിഹ്നങ്ങളും സഹിതമാണ് വോട്ടിംഗ് സോഫ്റ്റ്വെയർ ഒരുക്കിയത്. ഐപാഡിലും ആൻഡ്രോയിഡ് ഫോണിലുമായി ഇഷ്ടമുള്ളവരുടെ നേരെ വോട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ പോളിംഗ് ശതമാനവും രേഖപ്പെടുത്തും. ബാഹ്യ ഇടപെടൽ നടത്താനുമാകില്ല. കണ്ടുപിടുത്തത്തെക്കുറിച്ച് അധ്യാപകരോട് പറഞ്ഞപ്പോൾ സ്കൂൾ ബാലറ്റിന് പകരം ജോവൽ നിർമ്മിച്ച യന്ത്രം ഉപയോഗിച്ചാവാം ഇത്തവണ സ്കൂൾ തെരഞ്ഞെടുപ്പെന്ന് തീരുമാനിച്ചു. ഒപ്പിടാനും വിരലിൽ മഷി പുരട്ടാനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം രീതിയിലൊരുക്കി. ആക്ച്വലി ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ 5 months മുതൽ തുടങ്ങിയൊരു പ്രൊജക്റ്റാണിത്. സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ വോട്ടിംഗ് ആണ്. സോ ഇപ്പോൾ ഓരോ ആൾക്കും ഓരോ വോട്ട് തന്നെ കൊടുത്ത് അഷ്യൂർ ചെയ്യാന്നുള്ളതാണ്. വേറെ എന്താ പറയുക, നമുക്ക് ഒരാൾക്ക് തന്നെ 2 വോട്ട് ചെയ്യാനും കഴിയില്ല. അതേപോലെ തന്നെ പേപ്പർ വോട്ടിങ്സ് ഇപ്പോൾ മാറി ഡിജിറ്റലാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കുട്ടികൾക്കും ഓരോ പൊസിഷൻസിനും ഓരോ സ്ക്രീൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഹെഡ് ബോയ്ക്ക് വോട്ട് ചെയ്യുന്നവർക്ക് കറക്റ്റ് ഹെഡ് ബോയ്, അതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഓരോ പൊസിഷനും മൊത്തത്തിൽ എത്ര വോട്ട് കയറിയിട്ടുണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഓൺ ദി സ്പോട്ട് കാണാവുന്നതാണ്. സ്കൂൾ ഹെഡ് ഗേൾ, ഹെഡ് ബോയ്, സ്പീക്കർ, മാഗസിൻ എഡിറ്റർ, ആർട്സ് ക്ലബ് സെക്രട്ടറി, സ്പോർട്സ് ക്യാപ്റ്റൻ, ക്ലാസ് പ്രതിനിധികൾ, ഹൗസ് ക്യാപ്റ്റൻ എന്നീ വിഭാഗങ്ങളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗും കൗണ്ടിങ്ങുമെല്ലാം കൃത്യം. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ആർട്സ് ഫെസ്റ്റിനുള്ള സോഫ്റ്റ്വെയർ നിർമ്മിച്ചും ജോവൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, വയനാട്.